നിങ്ങളുടെ വീട് കാണുന്നേ ആദ്യമായിട്ടല്ലേ കാണുന്നേ? കാര്യം ചോദിക്കാൻ വേണ്ടി എന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടോ? കത്തി താഴെ വെക്ക, കത്തി താഴെ വെക്ക്. എന്റെ പൊന്നു, ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യനെ വിരോധിക്കാൻ പറ്റത്തില്ല. എന്ത് കഥയാ പറയാൻ? അപ്പൊ റാണി പി സദാശിവം. അപ്പൊ ഇവരെ പറ്റി അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഇപ്പൊ ഈ ഫാമിലി വ്ളോഗേഴ്സിന്റെ ഒക്കെ അടിയിലാണ് നമുക്ക് ഒരു മെയിൻ ആയിട്ട് കാണാൻ പറ്റുക. ഫാമിലി വ്ളോഗേഴ്സിന്റെ അടിയിൽ ചെന്നിട്ട് ഈ പ്രത്യേകിച്ച് സ്ത്രീകളെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഇവരുടെ ഈ ഒരു സംഭവമൊക്കെ ഉണ്ടാവുക. അതായത് ഈ സ്ത്രീകൾ എങ്ങനെ ഈ ഫാമിലി വ്ളോഗേഴ്സ് ഒക്കെ ഫാമിലി വ്ളോഗിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അടിയിൽ ചെന്നിട്ട് ഇവർ കമന്റ് ഇടും. എങ്ങനെയാണ്? അതായത് എനിക്ക് ഇവരെ അറിയാം, എനിക്കൊരു നല്ല മുൻപരിചയം ഉണ്ട്, ഈ ഒരു വീഡിയോനകത്ത് കാണുന്ന ഇവരെ എനിക്ക് നല്ല മുൻപരിചയം ഉണ്ട്, ഇവർക്ക് മറ്റവനായിട്ട് അവിഹിതം ഉണ്ടായിരുന്നു, അപ്പൊ അവൻ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്, അതേപോലെ ഇവള് മറ്റവളാണ് മറിച്ചവളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വായ തോന്നിയൊക്കെ വന്നിട്ട് ആ കമന്റ് ബോക്സിനകത്ത് അങ്ങനെ ഇടും. ആ കാര്യം ഒരു ബന്ധം ഉണ്ടാവില്ല. അതായത് ഈ വീഡിയോനകത്ത് കാണുന്ന ഇവരുടെ ലൈഫുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളാക്കി ഇവർ വന്ന് കമന്റിനകത്ത് ഇടാം. അപ്പൊ ഇവരാദ്യം ഇവരെ എക്സ്പോസ് ചെയ്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ റാണി എന്ന് പറഞ്ഞ് ഇവർ ആദ്യം എക്സ്പോസ് ചെയ്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദീപ്തി ടീച്ചറാണ്. ദീപ്തി സീതത്തോട് എന്ന് പറഞ്ഞാൽ അവരാണ്. അത് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞ ചാനലിനകത്ത് അവരാണ് ഇവർ ആദ്യം എക്സ്പോസ് ചെയ്തത്. അപ്പൊ ആ ഒരു ടൈമിനകത്ത് തന്നെ നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായി ഇതിനെ റിലേറ്റ് ചെയ്തിട്ട്. അപ്പൊ ഇപ്പൊ VRN ലവ് എന്ന് പറഞ്ഞ ചാനലിന്റെ അടിയിൽ ചെന്നിട്ട് ഇവർ ഇതേപോലെ തന്നെ ഒരു കമന്റ് ഇട്ട്. അപ്പൊ ഞാൻ ആ കമന്റിലൂടെ സൈഡിൽ കൊടുക്കുക, അത് നിങ്ങൾ പറ്റാവുന്ന പോലെ ഒന്ന് വായിച്ചു നോക്കാം. അപ്പൊ ആ ഒരു കമന്റ് എന്ന് പറഞ്ഞാൽ സ്ഥിര സാധനം, അവരുടെ മാസ്റ്റർ പീസ് സാധനമാണ് ഈ അവിഹിതം എന്ന് പറയുന്നത്. അതാണ് അവരുടെ മെയിൻ ഒരു ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ആ ഒരു കമന്റ് ഇട്ടപ്പോഴത്തേക്കും ഇവർ വിചാരിച്ചില്ല ഇവർ ഇത് അന്വേഷിച്ച് വീട്ടിലേക്ക് വരുന്നു. അപ്പൊ നമുക്ക് ഇവർ എന്തായാലും വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് അത് കണ്ടുനോക്കാം. അമ്മ ഇദ്യ മോനെ അറിയാമോ? അറിയാമോ? വീഡിയോ കണ്ടില്ല. അമ്മ വിളിക്കാൻ എടുത്തിനാൽ ഇവർ ഈ കാണിച്ചു തന്നാലും ഒരുമാതിരി പരിപാടിയായി പോയി. കാര്യം അവരുടെ വീട്ടിലേക്ക് ചെന്നിട്ട് അവരുടെ ആ കൊച്ചിനോട് കിടന്നിട്ട് ചോദ്യം ചോദിച്ചിട്ടിരിക്കുകയാണ്, അമ്മ എവിടെ പോയി, മറ്റാണ് മറിച്ചാണ്, അതേപോലെ വീട്ടിന്റെ അകത്തേക്ക് കയറിച്ചല്ല, അതേപോലെയുള്ള പരിപാടിയൊക്കെ ഇവർ ചെയ്തതെന്ന് പറഞ്ഞാൽ അത് ഒട്ടും ശരിയായിട്ടുള്ള പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്താന്ന് പറഞ്ഞാൽ ഇവർക്ക് പ്രശ്നം ആരോടാണ്? ഈ റാണി എന്ന് പറഞ്ഞ അവരോടാണ്. അവരാണ് വന്നിട്ട് ഈ കമന്റും കാര്യങ്ങളൊക്കെ ഇടുന്നത്. അപ്പൊ അവരോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവരോട് പോയി പറയണം. ആ കൊച്ചു പറഞ്ഞ് ആ അമ്മ കടയിലാണെന്ന് പറഞ്ഞു തന്നാൽ പിന്നെ നേരെ ഇങ്ങോട്ട് കടയിലേക്ക് പോയാൽ അതിന് മറിച്ച് പിന്നെയും കൊച്ചിനോട് നിന്നിട്ട് ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ടിരിക്കുകയാണ്. അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റൂല. അമ്മ ബാക്കിയാണ് വീട്. അമ്മ വീട്ടിൽ എല്ലാവരും ഉണ്ടോ? അമ്മയുണ്ട്, അനിയന്മാരുണ്ട്, രണ്ടുപേരുണ്ട്. അച്ഛൻ പട്ടാളത്തില്. പേരെന്താണ് അച്ഛനെ? സതീഷോ? രതീഷ്. പിന്നെ വേറെന്നാ? സതീർത്ത്. എത്രാം ക്ലാസ്സിലോ? 9-ലോ? 8-ല്. എടുത്തോട്ടെ, ഇച്ചിരി നോക്കോട്ടെ. കുളക്കടവോ സ്ഥലമാണ്. രതീഷ് ഭവൻ എന്നാണ് വീട്ടുപേര്. ഇവരെന്തീ കാണിക്കണേ? എനിക്ക് സത്യമായിട്ട് മനസ്സിലാവുള്ളൂ. അതായത് ആ കൊച്ചിനോട് കിടന്ന് പിന്നെ ഓരോന്ന് ചോദിച്ചോണ്ടിരിക്കുക, അതേപോലെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ആ കൊച്ചിനെ എന്തിനാണ് ഇങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നത്? അതായത് അവര് നിങ്ങളോട് എന്തോ ചെയ്തിട്ടുണ്ടായിക്കോട്ടെ, എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ അവരെ കൊച്ചിനോട് ഇങ്ങനെ കിടന്ന് ചോദിക്കണതും അവരെ ഒരുമാതിരി ആ കൊച്ചു കിടന്ന് ഇങ്ങനെ പേടിച്ച് നിൽക്കണ പോലെയാണ് ആ കൊച്ചൊക്കെ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ അവരുടെ ആ ഒരു സിറ്റുവേഷനകത്ത് എത്തിക്കുന്നതൊക്കെ അത് ഒരുമാതിരി പരിപാടിയായിട്ടാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ബാക്കിയാണ് ഇനി ഇവര് കടയിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പൊ അത് കാണാം. ചേച്ചി ഒരു കിലോ അരി തന്നേ ചേച്ചി. ഒരു കിലോ അരി.
ഓക്കെ, അപ്പൊ റാണി ചേച്ചിക്ക് അങ്ങനെ മനസ്സിലായിട്ടുണ്ട്. അപ്പൊ എന്തായാലും അവരെ യൂട്യൂബർ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് റാണി ചേച്ചി. പക്ഷെ ആദ്യം തന്നെ ഇവര് ആ ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ അവര് സ്ലോ മോഷനൊക്കെ ഇട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് തന്നെ ഫസ്റ്റ് തന്നെ പുള്ളിക്കാരി ഇവരെ കണ്ടിട്ട് പിന്നെ തിരിഞ്ഞേക്കണേണ്. അതായത് എങ്ങാനും ഇനി എന്നെ കണ്ടിട്ട് എന്നെ കണ്ടില്ലെങ്കിൽ അങ്ങോട്ട് പോട്ടെ എന്നുള്ളൊരു ചിന്തയ്ക്കാണ് ഇവർ നിൽക്കുന്നത്. പക്ഷെ ഇവരെ അന്വേഷിച്ചിട്ട് ആൾ എന്തൊക്കെ പറഞ്ഞാലും ഇവർ ഇത്രയും ദൂരം വന്നേക്കുന്നത്, ഏതാണ്ട് 90 കിലോമീറ്ററൊക്കെ കടന്നിട്ട് വന്നേക്കണെന്നൊക്കെ പറയുന്നത്. അപ്പൊ അത്രത്തോളം ദൂരം വന്നിട്ട് പിന്നെ റാണി ചേച്ചീനെ കാണാണ്ട് പോവുക അവരിപ്പ. എന്ത് കാര്യമായിട്ട് വേണ്ടേ? സുരേഖ ഇല്ല. വെള്ളരി ഏതാ നല്ലത്? ആ മതി എടുത്തോ. ഓക്കെ, അപ്പൊ കുറെ നേരം അപ്പൊ ഇവരുടെ അരി മേടിക്കണം എന്നൊക്കെയുള്ള രീതിക്ക് നിന്ന്. അപ്പൊ റാണി ചേച്ചി അവിടെ ഇരുന്ന് ഭയങ്കരമായിട്ട് അരി നോക്കിക്കൊണ്ടിരിക്കണേ. അപ്പൊ അരി മറ്റെടുക്കുക മറിച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് ഇവർ അങ്ങനത്തെ രീതിക്കാണ് ഈ ഒരു സംഭവം ആദ്യം കൊണ്ടുപോകണം. പിന്നെയാണ് ഇവര് മെയിൻ വിഷയത്തിനകത്തേക്ക് വരുന്നത്. അപ്പൊ ബാക്കിയാണ്. ഓക്കെ, അപ്പൊ ഇവരെ കണ്ടന്റിനകത്തേക്ക് കയറണം. അതായത് റാണി ചേച്ചിനോട് എങ്ങനെ തെറി വിളിക്കാൻ പറ്റണേ എന്ന് ചോദിക്കുമ്പോൾ ഇത് തെറിയല്ല എന്ന് പറഞ്ഞിട്ട് ഇവരുടെയൊക്കെ വിചാരം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുള്ള. ഇവര് കാര്യം ഇവർ വിചാരിച്ചു വെച്ചേക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് വേണമെങ്കിലും എഴുതി പിടിപ്പിക്കുക, അതെന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, അതിനെ നിങ്ങൾക്ക് ഒന്നും പറയാനായിട്ടുള്ള അവകാശമില്ല, ഇങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു ഇവർ ചിന്തിച്ചു വെച്ചേക്കണം. അല്ലെങ്കിൽ ഇവരെ പറ്റി കഴിഞ്ഞ ദിവസം മുന്നേ ഞാൻ വീഡിയോ ചെയ്തപ്പോഴത്തേക്കും അതിന്റെ അടിയിൽ വന്ന് ഇവർ കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായി. അതായത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിനക്കെതിരെ ഞാൻ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായി. അപ്പൊ അങ്ങനെ ഇവര് അങ്ങനെ വിചാരിച്ചു വെച്ചിരിക്കണം. അതായത് ഇവർക്ക് എന്തും പറയാം, പക്ഷെ ഇവരെ ആരും ഒന്നും പറയാൻ പാടില്ല. ബാക്കിയാണ് ഇല്ലല്ലേ യൂട്യൂബിലെ പെണ്ണുങ്ങളെല്ലാം തെറി വിളിക്കുക, അവരുടെ ഏറ്റവും ഇഷ്ടമുള്ള കുഞ്ഞുങ്ങളെ തെറി വിളിച്ചിട്ട് ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ ഇതിന് മാത്രം അന്വേഷിച്ച് വന്ന അവരുടെ വീട്ടിൽ കയറി വരിക. അതൊരു പാവ ഒരു പെൺകൊച്ചുണ്ടാകും, ഒരു മോളുള്ള ഒരു കുറ്റുള്ള ഒരു സ്ത്രീയാണ്. ബാക്കിയുള്ള സ്ത്രീകളെല്ലാം തെറി വിളിക്കും. കിടക്ക് എല്ലാവരും ഇവരെ അറിയാം. ചേട്ടൻ കയറി കണ്ടിട്ടില്ല. എത്ര പേര് ഇവരെ കുറിച്ച് വീഡിയോ ഇട്ടു. എന്റെ പൊന്നെ, ഒരു പ്രത്യേക സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഇവരെ പറയുമ്പോഴത്തേക്കും. കാര്യം ആർക്കായാലും 2 എണ്ണം പറയാനും 2 എണ്ണം കൊടുക്കാനൊക്കെ തോന്നും ഇവരുടെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ. അമ്മാതിരി കാര്യമൊക്കെയാണ് എഴുതി പിടിപ്പിക്കുന്നത്. ഇപ്പൊ എന്റെ കമന്റ് ബോക്സിനകത്ത് നിന്ന് ഇവർ എന്തൊക്കെയാണ് എഴുതി പിടിപ്പിച്ചത് അന്ന്. കാര്യം അത്രയും ഒരു വലിയൊരു എസ്സേയൊക്കെയാണ് ഇവർ എഴുതണത്. ഇത്രയൊക്കെ എഴുതി പിടിപ്പിക്കാനായിട്ട് ഇവർക്ക് എവിടെ നിന്ന് ഈ സമയം കിട്ടുന്നതാണ്. ഇപ്പൊ ഒരു പണിക്ക് പോകേണ്ടതൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഞാൻ ഈ കമന്റ് ഒക്കെ ഉണ്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചത് ജോലിയും കൂലി ഇല്ലാണ്ട് വീട്ടിൽ കുത്തിരിക്കുന്ന ആളാന്ന് വിചാരിച്ചത്. പക്ഷെ ഇപ്പൊ പണിക്കൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ഇതിനിടയ്ക്ക് ഈ വന്നിട്ട് ഈ കണ്ണി കണ്ട ഫാമിലി വ്ളോഗേഴ്സിനെ എല്ലാവരും കുത്തിയിരുന്ന് കാണാണ്ട് എല്ലാവരും അടിയിൽ ചെന്ന് ഇങ്ങനെ ഓരോ അപരാധിത്തരങ്ങളൊക്കെ എഴുതി പിടിപ്പിക്കാനൊക്കെ സമ്മതിക്കണോട്ടാ. എങ്ങനെ തെറി വിളിക്കാൻ പറ്റും ഇങ്ങനെ? ഇവിടെ വന്നിട്ട് ഒത്തിരി ആയില്ല, 2 ദിവസമായേ ഉള്ളൂ. ഇതുപോലെ തെറി പറയുന്ന ഒരു സ്ത്രീ കേരളത്തിൽ ഇല്ല. കാര്യം പറയാം, അത്ര അനുഭവിച്ച് 3 വർഷമായിട്ട് ഇവരെ മാത്രം അന്വേഷിച്ച് നടക്കുന്നത്. ഇവർക്ക് ഈ അസുഖത്തിന്റെ അസുഖം ചേട്ടാ, ഇവരതൊക്കെ മുതലെടുത്ത് ഇവർക്ക് അസുഖം കൂടുതൽ വരണം. അതിനുള്ള ഇവരെ എന്തെല്ലാം പറ്റും. നിങ്ങളുടെ വീട് കാണുന്നേ ആദ്യമായിട്ടല്ലേ കാണുന്നേ? 1.5 വർഷമായിട്ട് എന്തിനാ നമ്മളെ ഇട്ടത് ആവശ്യമില്ലാത്ത പറയുന്നത്? കാര്യം ചോദിക്കാൻ വേണ്ടി എന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടോ? കത്തി താഴെ വെക്ക്. എന്റെ പൊന്നു, ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യനെ വിരോധിക്കാൻ പറ്റത്തില്ല. അയ്യോ, നിങ്ങളോടൊരു വിരോധമില്ല, നിങ്ങളുടെ കഥാപാത്രങ്ങളോട് മാത്രമാണ് ഇതെന്നൊക്കെ. എന്റെ പൊന്ന് തള്ളേ, നിങ്ങൾക്ക് ഞാൻ അങ്ങനെ തന്നെ പറയണേ. എന്റെ പൊന്ന് തള്ളേ, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല. അതായത് കണ്ടവന്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇല്ലാത്തൊക്കെ പറഞ്ഞുണ്ടാക്കാം. അതേപോലെ തന്നെ നിങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും ഒരു സത്യം ഉണ്ടെങ്കിൽ പിന്നെയും പോട്ടേന്ന് വെക്കാം. കാര്യം നിങ്ങൾ നടന്ന കാര്യമാണ്, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണെങ്കിൽ പിന്നെ പോട്ടെ നിൽക്കുക. ഇത് വായുന്നെടുത്ത് നിങ്ങൾ കണ്ടവന്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറയണതിനകത്താണ് വിഷയമുള്ളത്. ഇപ്പൊ ഈ ഒരു വീഡിയോ ബാക്കിയൊന്നും ഇല്ലാന്നാണ് എത്ര ഉള്ളു അപ്പൊ ആ ഒരു സംഭവം. അപ്പൊ ഈ ഒരു ഇതിനകത്ത് എനിക്ക്
ഇവർക്ക് ശരിക്കും എന്ത് സുഖമാണ് ഇതിൽ നിന്ന് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. കാര്യം അത്രയ്ക്കും സാഡിസ്റ്റിക് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമാണ് ഇങ്ങനെയൊക്കെ ഒരാളെ പറ്റി എഴുതി ഇത്രയൊക്കെ എഴുതി അതിൽ നിന്ന് ഒരു സുഖം കണ്ടുപിടിക്കാനൊക്കെ പറ്റുള്ളൂ. കാര്യം ഇവർ ഈ ഇത്രയൊക്കെ എഴുതുന്നതൊക്കെ ആരെയും കുത്തിയിരുന്ന് വായിക്കുമോ? വായിച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ വായിക്കൂട്ടോ. കാര്യം ഇനിയിപ്പോൾ ഒരാളെ പറ്റിയിട്ട് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ആരെ പറ്റിയാണ് അവർ പറയുന്നത്, അവർ ചിലപ്പോൾ ഇതൊക്കെ കുത്തിയിരുന്ന് വായിക്കുമായിരിക്കും. കാരണം ഞാൻ ഇതൊന്നും ഫുള്ളായിട്ടൊന്നും കുത്തിയിരുന്ന് വായിക്കാറില്ല. പിന്നെ വേറെ പണിയില്ല, നമുക്കൊക്കെ വേറെ പണിയുള്ളതുകൊണ്ട് നമ്മൾ ഇവരുടെ ഈ വക ഉള്ള കമന്റുകളൊന്നും നമ്മളങ്ങനെ വായിക്കാറില്ല. നമ്മൾ സ്റ്റാർട്ടിങ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവരെ എങ്ങടാണ് ഇവരുടെ പോക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പം നിങ്ങൾക്ക് സമയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഇവരുടെ കമന്റ് കുത്തിയിരുന്ന് വായിച്ചു നോക്കട്ടെ. എൻ്റെ പൊന്നോ, അത്രയ്ക്കും ഗംഭീരമായിട്ടുള്ള ഒരു കലാസൃഷ്ടിയാണ് നമ്മുടെ റാണിയൊക്കെ നമുക്ക് വേണ്ടി കാഴ്ചവെക്കുന്നത്. അപ്പം എന്തായാലും ദീപ്തി ടീച്ചർ അന്ന് കുറേ അവർക്ക് തലവേദന ഉണ്ടാക്കിയതും ഒക്കെ അവർ പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടുണ്ടായി. അവർ മാത്രമല്ല ഇഷ്ടംപോലെ ഈ ചാനൽസ് ഇവരെ പറ്റി റിലേറ്റ് ചെയ്തിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായി. ഇപ്പം ഇപ്പോഴാണ് അവരൊന്ന് നാറ്റിച്ചത്. അപ്പം നാറ്റിച്ചത് എന്തുകൊണ്ട് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അല്ലെങ്കിൽ ഇവരെയൊക്കെ ഒരു അഹങ്കാരവും ഒരു ധൈര്യമൊക്കെ ഉണ്ട് ഇവർക്ക്. അതായത് നമുക്കൊക്കെ എന്തും പറയാം കാര്യം ഇവരൊന്നും നമ്മളൊന്നും തിരിച്ചു പറയൂല, നമ്മളെ ഒന്നും ഇവര് തിരിച്ചു പറയൂല എന്നല്ല, നമ്മുടെ മുഖം പുറത്ത് കാണില്ല എന്നുള്ള ഒരു സാധനമൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പം അത് പൊളിഞ്ഞു കിട്ടിയപ്പോഴത്തേക്കും എന്തെന്നില്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അപ്പം എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് എല്ലാം വീഡിയോയുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാം സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റ ബൈ.